കപ്പലിലേറി പരമായ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിത്തെ ബംഗ്ലാവ് പെണ്ണാണ് മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളെ പെണ്ണാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ടവർ ബ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. അതെ, 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഗ്രീൻവിച്ച് പാർക്കിലേക്ക് ഞങ്ങൾ 3 മണിക്കൂർ അല്ല 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 1.25 മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്കിൽ തന്നെ കിടക്കണം. ആ ട്രാഫിക് ഞാനിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ റെഡ് കുറഞ്ഞു തുടങ്ങി. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ട് റെഡ് തന്നെയായിരുന്നു. ആ റെഡിലാണ്. അപ്പൊ ഞങ്ങള് പകുതി വഴി എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ പോണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഈ പിന്നിലുള്ളവരാ പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാ പോകുന്നത്. ഇതിൽ കൂടെ നടക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ വണ്ടി കൊണ്ട് ആദ്യമായിട്ടാ പോകുന്നത്. ഞാൻ ഇതിൽ കൂടെ പോയിക്കുന്നത് മുമ്പ് മറ്റേ ഓപ്പൺ ബസ്സിൽ കൂടെ ആയിരുന്നു. ഏതായിരുന്നു സിറ്റി സൈറ്റ് സീയിങ്, അതിനെന്താ പേരുണ്ടല്ലോ. അതന്നെ, അതിൽ കൂടെ ആയിരുന്നു പോയത്. പക്ഷെ ഇതിപ്പോ ആദ്യമായിട്ട് വണ്ടിയിൽ പോവാണ് ഞങ്ങൾ. എനിക്ക് വണ്ടിയുടെ മേളിൽ കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല, ഫൈൻ കിട്ടും. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ ഇതൊരു ഭംഗി തന്നെയാട്ടോ എങ്ങനെ പോയാലും. ഞങ്ങള് നല്ല 2:30 ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 4:45. വെളിച്ചം തീരുന്നതിന് മുമ്പ് എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അതേ കണ്ട് കൊറേ ടൂറിസ്റ്റുകാർ ഫോട്ടോ എടുക്കുന്നു, കൊറേ പേരുണ്ട്. നല്ലൊരു വൈബാണ്. കണ്ടാ പല പല അഭ്യാസങ്ങൾ റോട്ടിക്കൂടെ. ഇവരൊക്കെ കാരണം ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് കുന്തം. ഇതാണ് ഞങ്ങള് സൈറ്റ് സീയിങ് ബസ്. ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് പോയി. ഇതിന്റെ മുകളിൽ ഇരുന്ന് പോവാനും ഭയങ്കര രസാട്ടോ. കയറാൻ പറ്റും, നമുക്ക് ടവർ ബ്രിഡ്ജിൽ കയറാൻ പറ്റും. ഇതിന്റെ താഴത്തെ ഇതിന്റെ വർക്കിംഗ് ഒക്കെ കാണിക്കാൻ അവർ കയറ്റാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നിങ്ങൾ കണ്ടോ? ഞങ്ങൾ ഇവിടെ നിന്നിട്ട് മുമ്പ് ഒരു റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്നിട്ട്. അതൊരു 12 മണിക്ക് 1 മണിക്ക്. അത് എന്റെ ബർത്ത്ഡേ ഒന്നല്ലേ. സോ ഗ്രീൻവിച്ച് പാർക്കിന്റെ എൻട്രൻസിലേക്ക് കയറുക. നമ്മള് കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും. നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു പാർക്കിംഗ് സ്ലോട്ട് കണ്ടുപിടിക്കണം. ഇപ്പൊ അയ്യോ അവിടെ ഉണ്ടായിരുന്നു, അത് സ്റ്റാഫ് ഓൺലിയാ. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സഫാരി മലി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഇന്ന് ഗ്രീൻവിച്ച് പാർക്കിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ സ്പ്രിംഗ് ബ്ലോസംസ് കാണാനാണ് വന്നത്. ആക്ച്വലി ഞങ്ങൾ 2-3 ഡെസ്റ്റിനേഷൻ ഇട്ട് വന്നു. പക്ഷേ ട്രാഫിക്കിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പം ഞങ്ങൾ ഗ്രീൻവിച്ചിൽ മാത്രമേ വരുന്നുള്ളൂ. ഞങ്ങൾ പാർക്കിംഗ് ആദ്യം ഇട്ടത് ട്യൂബ് കയറി വരാമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ അല്ല, കാറായിട്ട് വന്നൂടെ, എന്തേ മാറ്റിക്കൂടാന്ന് വെച്ചാൽ ഞങ്ങൾ മാറ്റിയപ്പോൾ ഞങ്ങൾക്കൊരു നല്ല മുട്ടൻ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് മൊത്തം പിന്നെ ലണ്ടൻ്റെ ഈ 20 സ്പീഡിൽ, ഏകദേശം 14 മൈൽസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒക്കെ സ്പീഡ് പോയത് 20 ആയിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 1 hour 10 minutes കറക്റ്റ് പക്ക പറഞ്ഞാൽ ഞങ്ങൾക്ക് ലേറ്റായി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ലേറ്റായി. അപ്പം ഞങ്ങൾ ഇച്ചിരി പൂക്കൾ കാണാൻ വന്നേക്കാണ്. വെളിച്ചം പോണേ മുമ്പ് നമുക്ക് കാണാം. ബാ. സമ്മറിൽ വരാൻ നല്ല നല്ല സ്ഥലം. ആദ്യം വന്നപ്പോ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. നല്ല, പക്ഷെ പൂക്കളും ഒരുവിധം കഴിയാറായി. മുട്ടൊന്നും കാണാനില്ല. ആ ഒരു ചില പൂക്കൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ ഒരു നിന്റെ ഡ്രസ്സ് കറക്റ്റാ എനിക്ക് തോന്നി. പിങ്ക്, അപ്പൊ അവിടെ കണ്ട ഒരു പെങ്കുച്ചിന്റെ പിങ്ക്, അത് നല്ല ഭംഗിയുണ്ട്.
നിന്ന് വന്ന് അങ്ങനെ ഒരു സൺഡേ ഇങ്ങനെ തീർന്നു. ഫുള്ള് ഫോട്ടോസ് എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിരി വെയിൽ കുറവുണ്ട്. ഇങ്ങോട്ട് കാണുമ്പോൾ കുറച്ചും കൂടി വെയിൽ കാണും. ഫോട്ടോയ്ക്ക് മാത്രമായിട്ട് ഇറങ്ങി വന്ന കുറേ പേരുണ്ട് ഇതിൽ. ഇപ്പം നമ്മൾ ഗ്രാനിച്ച് പാർക്കിൽ ചെറി ബ്ലോസത്തിൻ്റെ ലൈനിലാണ് നിൽക്കുന്നത്. വെളിച്ചം കൊഞ്ചം കമ്മിയാണ്, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പൂവ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം തീരാറായിട്ടുണ്ട്. പല മാസത്തിലും പല ടൈമിലായിട്ടാണ് ഓരോ സ്ഥലത്തും ബ്ലോസംസ് വരുന്നത്. ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. കണ്ട അറിയാനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതെടുത്തു തരാമോ? ഈ പോസ് ഇതല്ല, ഇതല്ല, ഈ പോസ് ചെയ്താലോ? ഈ പോസ് ചെയ്തരോ? നിങ്ങൾ ഈ പോസ് ചെയ്യോ? പപ്പ ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ഒരു റോസ് ഇങ്ങോട്ട് വരെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൊണ്ടുവരുന്നതായിരിക്കും. ഈ പോസ് ചെയ്യ് നിങ്ങള്. നല്ല കിട്ടിയാ? എന്തോ എന്തെങ്കിലും ആയോ? അവള് പൂ പൊട്ടിക്കാൻ നോക്കണത് പിന്നെ രസമുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. വായിച്ചാ പറക്കരുത് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ പറക്കും. കണ്ട അതാണ് ഞങ്ങൾ. ഇത് കൂടെ അങ്ങോട്ട് പറക്കാൻ പറ്റത്തില്ല. പറക്കില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നണു? നല്ലായിരുന്നു. ആകെ ഇങ്ങോട്ടുള്ള ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ച് പതിപ്പെടണം, ഭയങ്കര തിരക്കാണ്. നേരത്തെ വരണം, അല്ലെങ്കിൽ ഇതിപ്പോ പൂക്കൾ തീരും. കാരണം ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ആവേശത്തില് ചിലപ്പോ കണ്ട ഇങ്ങനെ പൂക്കൾ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആ ഫോട്ടോ വീഡിയോസ് എടുക്കാനായിട്ട് ആ പൂവ് തട്ടുമ്പോൾ ആ പൂവാണ് ഈ നിലത്ത് കാണുന്നത്. അപ്പൊ ഇതുപോലെ പൂക്കൾ കൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരും. പിന്നെന്താ, ട്രാഫിക് ഒന്നുമില്ല. നിങ്ങൾക്ക് കാറായിട്ട് ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഗ്രീൻവിച്ച് പാർക്കിൽ കാർ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇന്നത്തെ ട്രാവൽ ലേറ്റ് ആയി പോയത്. പക്ഷെ അതർവൈസ് ഇറ്റ്സ് വെരി ഗുഡ്. യു ഷുഡ് കം ഡെഫിനറ്റ്ലി. പിന്നെ ഇത് കഴിഞ്ഞ് വേറെയുള്ള പാർക്കുകൾ റീജൻസ് പാർക്ക്, ഹാർലോളുള്ളവർക്ക് ഹാർലോ പാർക്ക് ഉണ്ട്, സ്റ്റേപ്പിൾ ടൈൽ ഉണ്ട്, പിന്നെ 2-3 സ്ഥലങ്ങളുണ്ട്. എനിക്ക് പേര് പറയില്ല. റീജൻസ് പാർക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് നല്ലതാ. പക്ഷെ വെളിച്ചം വേണമായിരുന്നു കുറച്ചുകൂടി. ഞങ്ങളുടെ ഹലോ ആരാണ്? അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകും. അവിടെ ഒരു ഫെയർ നടക്കുന്നുണ്ട്. അവിടെ കയറി വല്ലതും കഴിക്കാൻ പറ്റുമോ നോക്കണം. അതെ, അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഞങ്ങൾക്ക് വിശക്കുന്നു. ഓ വാവ്, അവളിങ്ങനെ നല്ല ഉലാത്തി ഉലാത്തി നടക്കുക.
ഇനിയിപ്പോ ഈ ചൂടായി തുടങ്ങിയവർ ഫുള്ള് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ്യൂംസുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിപ്പോ അതെ റീൽസ് ഒന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ എനിക്ക് ഇത് കൂടെ നമുക്കിങ്ങനെ ചാടി ചാടി പറഞ്ഞാലോ. ഗ്രെനിച്ച് പാർക്കിൻ്റെ അടുത്തൊരു ഫെയർ നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 പൗണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് കയറാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വിൻ്റർ വണ്ടർലാൻഡ് പോലൊക്കെ ഒരു പരിപാടിയാണ്. ഞങ്ങളോ വന്ന വർഷമാണ് വിൻ്റർ വണ്ടർലാൻഡിൽ പോണത്. അതിന് ശേഷം വരുന്ന ഒരു ഫെയറാണ് ചുറോസ്. എത്രയാ ചോക്ലേറ്റ് മേടിക്കാം. ചുറോസ് ചുറോസ് ആണോ ചേച്ചിന് അന്ന് കഴിച്ചത് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ? ചുറോസ്. What topping are you having now? Sorry, Nutella. Chocolate. Just chocolate. Just chocolate, no problem. You want Nutella, yeah? Yep. No problem. Just bear with me, just let it connect. Yep. Too slow. There you go. Just give me another portion. Right, you're on the go. ഇതാണ് ചുറോസ്. മൈദ കൊണ്ടുള്ള ഒരു സ്വീറ്റാ. അതിൽ നമ്മൾ ന്യൂട്രലിയും ചോക്ലേറ്റ് ഇട്ട് കിട്ടും. അത് ഡോണറ്റ്സ്. അത് അതിന്റെ മെഷീനാണ്. ആ മാവിന്ന് ഇങ്ങനെ ഉള്ളിക്കിടും. അങ്ങനെയാ. കിളിപോയ പിള്ളേർ പോകുന്നു. പോയിട്ട് കാണണം. Okay, see what's up, please. അങ്ങനെ ഉണ്ടായിരുന്നേ.